കുണ്ടംകുഴി മലാങ്കാട് സ്വദേശിനിയായ കുഞ്ഞാണി കൃഷ്ണൻ എന്ന 67-കാരിയാണ് ഈ കലാകാരി. ഏകദേശം 6 വർഷത്തോളമായി പ്ലാസ്റ്റിക്, തുണി, സഞ്ചി, കടലാസ്, കമ്പി മുതലായവ ഉപയോഗിച്ചാണ് ഇവർ കരകൗശല വസ്തുക്കൾ നിർമ്മിക്കുന്നത്. ഇതിനിടയിൽ പ്ലാസ്റ്റിക്കിന്റെ നിരോധനം വന്നതോടെ പ്ലാസ്റ്റിക് ഉൽപ്പന്നം തീർത്തും ഒഴിവാക്കി. കഴിഞ്ഞ കൊറോണ കാലത്ത് വീട്ടിലിരിക്കുമ്പോഴാണ് ഈ രംഗത്ത് കൂടുതൽ സജീവമായത്. കുടുംബശ്രീ അയൽക്കൂട്ടങ്ങളിൽ നിന്നും കൂടാതെ ഭർത്താവിന്റെയും മക്കളുടെയും ആത്മാർത്ഥത നിറഞ്ഞ പ്രോത്സാഹനങ്ങൾ തനിക്ക് ലഭിക്കുന്നു എന്നാണ് ഈ കലാകാരി പറയുന്നത്. ചിത്രരചനയിലും തന്റെ കഴിവ് തെളിയിച്ച കുഞ്ഞാണി കുട്ടിക്കാലത്ത് പൂമ്പാറ്റകളെയും പൂവിനെയും തുമ്പിയെയും ഒക്കെ വരച്ച് പഠിച്ചുകൊണ്ടാണ് ചിത്രരചന തുടങ്ങുന്നത്. ഇതിനോടകം 100ഓളം ചിത്രങ്ങൾ വരച്ചിട്ടുള്ള കുഞ്ഞാണി ഏകദേശം അത്രയും തന്നെ കരകൗശല വസ്തുക്കളും നിർമ്മിച്ചിട്ടുണ്ട്. ഗൃഹലക്ഷ്മി കുടുംബശ്രീ കാരക്കാട് എന്ന കുടുംബശ്രീ അംഗങ്ങളുടെ നിറഞ്ഞ സപ്പോർട്ടും ഈ കലാകാരിക്ക് ലഭിക്കുന്നു. ADS-ന്റെയും സഹൃദയ കുണ്ടംകുഴിയുടെയും മുച്ചിലോട്ട് തറവാട് കമ്മിറ്റിയുടെയും അംഗീകാരവും പ്രോത്സാഹനവും വീട്ടമ്മയായ ഈ കലാകാരിക്ക് ലഭിച്ചിട്ടുണ്ട്. വരച്ച ചിത്രങ്ങളൊക്കെ ഒരു നിധി പോലെ സൂക്ഷിക്കുന്ന കുഞ്ഞാണി തന്റെ ചിത്രങ്ങളൊക്കെ ചേർത്തുള്ള ഒരു ആൽബം തയ്യാറാക്കാനാണ് ഉദ്ദേശിക്കുന്നത്. അടുക്കളപ്പണിയും കൃഷിപ്പണിയും കഴിഞ്ഞു കിട്ടുന്ന സമയങ്ങളിൽ ഇനിയും ഈ രംഗത്ത് തുടരാനാണ് കുഞ്ഞാണിയുടെ ആഗ്രഹം. ചിത്രരചനയ്ക്കും കരകൗശല വസ്തുക്കൾക്കും ഒപ്പം വീടിനു ചുറ്റും മനോഹരമായ പൂച്ചെടികൾ നട്ടു വളർത്തി തന്റെ വീട് ഒരു കുഞ്ഞു പൂന്തോട്ടമാക്കി മാറ്റിയിരിക്കുകയാണ് കുഞ്ഞാണി. മൂന്നാം കണ്ണ് ന്യൂസിന് വേണ്ടി ചന്ദ്രൻ മുല്ലച്ചേരി. കഴിഞ്ഞ ഒരു 6 വർഷമായി ഇത് തുടങ്ങിയിട്ട്. ഞാൻ ആദ്യം ഇത് ഫ്ലവർ ഉണ്ടാക്കി, അത് കഴിഞ്ഞിട്ടാണ് വരക്കാൻ തുടങ്ങി. പിന്നെ കോവിഡിന്റെ സമയത്ത് തന്നെ ഇത് തുടങ്ങിയത്. പിന്നെ പൂക്കളെല്ലാം ഉണ്ടാക്കിയത് സഞ്ചി കൊണ്ട്, കമ്പി കൊണ്ട്, പിന്നെ ഇത് കടലാസ് കൊണ്ട്, അങ്ങനെയെല്ലാം ഉണ്ടാക്കിയത്. പിന്നെ ഇത് പെൻസിൽ കൊണ്ട് വരച്ചിട്ട് കളർ കൊടുത്തിട്ടാണ് ഇത് ചിത്രം ഉണ്ടാക്കിയത്. അത് എനിക്ക് വരക്കാനും പൂക്കളുണ്ടാക്കാനും വലിയ ഇഷ്ടമാണ്. ചെറുപ്പത്തില് വലിയ ഇഷ്ടമാണ് എനിക്ക്. ഞാൻ പഠിക്കുമ്പോഴേ പൂമ്പാറ്റയും പൂവും ഇതെല്ലാം വരച്ചിട്ട് എനിക്ക് പ്രൈസ് കിട്ടിയിട്ടുണ്ട് സ്കൂളിൽ നിന്ന്. പിന്നെ ഇപ്പോഴും അങ്ങനെ എനിക്ക് പൂമ്പാറ്റേനെല്ലാം കണ്ടാൽ അതിനെ പിടിക്കലും അതിന് ഒരു വെള്ളി കെട്ടിയിട്ട് ഇങ്ങനെ പട്ടം പോലെ പറപ്പിക്കലുണ്ട്. അപ്പൊ ഞാൻ ചുറ്റുപാട് ഇപ്പൊ ചെടിയെല്ലാം വെച്ചിട്ടുണ്ട്. അതെല്ലാം ചെടിയെല്ലാം എനിക്ക് വലിയ ഇഷ്ടമാണ്. ഇപ്പോഴും ഞാൻ ചെടി നടലും നടലെല്ലാം ഉണ്ട്. പിന്നെ വീട്ടിൽ നിന്ന് എനിക്ക് നല്ലൊരു സപ്പോർട്ട് കിട്ടി. എല്ലാവരും മക്കളതും നല്ല സപ്പോർട്ട് കിട്ടിയത് കൊണ്ട് ഞാൻ നല്ലൊരു ഇത് വരക്കാൻ എനിക്കൊരു കഴിവ് കിട്ടി. പിന്നെ മക്കളതും കുടുംബശ്രീനും എല്ലാം നല്ല സപ്പോർട്ടുണ്ടായി. പ്രസിഡന്റിന്റെ നല്ല സപ്പോർട്ടുണ്ടായി. നമ്മുടെ കുടുംബശ്രീന്, ഗൃഹലക്ഷ്മി കുടുംബശ്രീ. പിന്നെ